ആ അതെ ഒന്നുമില്ല. വായിലവിടെ ഇല്ലല്ലോ, വലിയില്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല. അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പറവട്ടാനി ഫോറസ്റ്റ് ഓഫീസിലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളണ്ടിയർ മാത്രമല്ല, പട്ടിക്കാട് സ്റ്റേഷനിലെ റെസ്ക്യൂറും കൂടിയാണ്. അപ്പോ പുള്ളി എവിടെന്നാ, ചെയ്യാറല്ലേ, ചെയ്യാരത്തുനിന്ന് ഒരു വലയിൽ പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഒരു മൂർഖനായിരുന്നു, അത്യാവശ്യം വലിപ്പമുള്ള മൂർഖൻ പാമ്പായിരുന്നു. അപ്പോ മറ്റേ മീൻ പിടിക്കുന്ന കണ്ടാലി വല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട വലയാണ് സംഭവം. പാമ്പ് കുടുങ്ങി കഴിഞ്ഞാൽ എളുപ്പമല്ല. മൊത്തം വായും അതിന്റെ വിഷപ്പല്ലും എനിക്ക് വായുള്ളിലൊക്കെ ഒന്ന് വല കൊടുക്കും. അപ്പോ സംഭവം അതുപോലെ തന്നെ കിട്ടി. അത്യാവശ്യം വലയൊക്കെ കട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, വായ്ക്കകത്തും അല്ലെങ്കിൽ വായയുടെ ചുറ്റും തലയിലൊക്കെ വല കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ആൾക്ക് എടുക്കാനായിട്ട് ഒരാളും കൂടെ സഹായം വേണ്ടി വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. നല്ല കാര്യം. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു അപകട സാധ്യത, കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇത്തരത്തിൽ വലയിൽ നിന്ന് എടുക്കുമ്പോൾ വലയുടെ പാമ്പിന്റെ വായ്ക്കുള്ളിലൊക്കെ വല പെട്ടിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സഹായം ഏറ്റവും നല്ലതാണ്. കാരണം അപകടമാണ്, പാമ്പിനറിയില്ല നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വന്നതാണോ എന്ന്. അപ്പോ സംഭവം ഇപ്പോ എന്റെ കൂടെ മനു ഉണ്ട്, അതുപോലെ മിഥുനും ഉണ്ട്. അപ്പൊ നമ്മളിത് സേഫായിട്ട് എങ്ങനെ, ഇതൊരു പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് പ്രത്യേകിച്ച് നമ്മുടെ സർപ്പ വളണ്ടിയേഴ്സിന് എങ്ങനെയാണ് ഇത് സേഫായിട്ട് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമിക്കൽ വീഡിയോ ആണ്. അപ്പോൾ പൊതുജനങ്ങൾ ഇത് കാണുക, മനസ്സിലാക്കുക എന്നുള്ളതിലുപരി ഒരു കാരണവശാലും പൊതുജനങ്ങൾ ഇത് അനുകരിക്കരുത്. കാരണം ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പോലെ തന്നെ ഇത് വളരെ അപകടം നിറഞ്ഞൊരു പരിപാടിയാണ്. സർപ്പ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ സർപ്പ സർട്ടിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് പാമ്പുകളെ കൈകാര്യം ചെയ്യാനുള്ള അനുവാദമുള്ളൂ, അല്ലെങ്കിൽ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു റെസ്ട്രെയിനിങ് ട്യൂബ് PVC പൈപ്പ് വെച്ചിട്ട് നമ്മൾ റെസ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ വല വെച്ച് കട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് റെസ്ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും പാമ്പിനെ പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിലേക്ക് തല കടത്താം. ഓക്കെ, അപ്പോൾ കണ്ടില്ല അതാരെങ്കിലും ഉണ്ടോ? ഹുക്കോ തലവടിന്റെ അത് ഒരു മിനിറ്റ്, പാമ്പിന്റെ തല കൊണ്ട് പറഞ്ഞു ഇതിലർത്തിയോട്ടാ. അടുത്തതേ പാമ്പ് പുറത്തേക്കല്ലേ. വലിയുണ്ട് വലിയുണ്ട്. ഓ, ഹുക്ക് പാമ്പിനെടുക്ക്. ഒറ്റ മിനിറ്റ് ഒന്നതിനെ ഹോൾഡ് ചെയ്ത, ഹുക്ക് വെച്ച് ഹോൾഡ്. വായിലവിടെ ഇല്ലല്ലോ, വലിയില്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല. അപ്പൊ നമുക്ക് മറ്റേ പരിപാടി ചെയ്യാം. വേണ്ട മതി. അടിച്ചത് തോന്നുന്നു. വിടാം, മറ്റേ വിടാം.
ഇതോട്ടെ ഇതോട്ടെ. ഇതിന്റെ എന്ത് ചെയ്യാ? ഏ ഓക്കെ പഠിക്കോ. കഴിഞ്ഞില്ലേ? മതി മതി, പതുക്കെ, തിരക്കൊന്നും വേണ്ട. അപ്പൊ സംഭവം നമ്മൾ വിചാരിച്ച പോലെയല്ല. വായ്ക്കുള്ളിലൊന്നും വല കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം അതിന്റെ തലഭാഗം കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ പത്തിയുടെ ഭാഗം ചേർന്നിട്ടാണ് വല ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് വയലുള്ളിലൊന്നും വല ഇല്ല. അത് കാരണം നമുക്കൊരു റിസ്ക് തിരി കുറഞ്ഞു. അവന് നമുക്ക് നേരെ പൈപ്പൻ ബാഗിലേക്ക് കേട്ടോ, അല്ല സോറി പ്രേമത്തിലേക്ക് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ ഇങ്ങനെ വെച്ചോ, ഫോണിൽ വെച്ചോ, അങ്ങനെ വെച്ചോ. ആട്ടോ, ഓക്കെ അല്ലേ? ഇല്ല കേട്ടോ. ടോസ്റ്റ് ഒന്നുകൂടെ തമാശ, അതിന്റെ കുറച്ച് കീറിയുണ്ട്. കേട്ടോ. ഇല്ലല്ലോ, അത് ചിലപ്പോ കുടുങ്ങി കിടന്നതിന്റെ പ്രശ്നമായിരിക്കും, അല്ലാണ്ട് വയറൊന്നും കാണാൻ. ഒന്നുമില്ല, അതാ കുടുങ്ങി കിടന്നതിന്റെ ഒരു ഇതില് പ്രശ്നം ഉണ്ടാവും. ആ ടോർച്ച് തിരിച്ചോ. തിരിക്കി. അപ്പൊ ഓക്കെ, സംഭവം വേറെ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വായിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. നമുക്ക് റെസ്ക്യൂർമാരെ സംബന്ധിച്ചോളം അത് വല കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഒരു പ്രശ്നമാണ് ഈ ഒരു വലയിൽ കുടുങ്ങിയിട്ട്. മറ്റേ കണ്ടാടി വല എന്ന് പറയുന്ന, അവിടെ മീനിനെ ഉടക്കുവല എന്നൊക്കെ പറയുന്ന മീനെ പിടിക്കുന്ന വലയാണ്. റിസ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ മൈൻഡ് അപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോ കാണാം. മിഷ്ലി ജോജു സൈനിങ്.